ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഓ അതെയോ? നീ പറയണ്ട കഥ എന്നാ പറ. ഹലോ പറയൂ. ഹലോ ഹലോ പറ. ആ അതല്ല, ഇവിടെ പറ. ഹലോ പറ. ആ ഗുഡ് മോർണിംഗ് പറയൂ. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ശ്രുതിക്ക് വിശേഷം ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ ചന്ദ്രമതി. അപ്പോൾ ശ്രുതിനെയും കൂടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് വിട്ടു. ശ്രുതിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ശ്രുതിയുടെ കൂട്ട് ഡോക്ടറുടെ അടുത്തേക്ക് വിട്ടു. പോയിട്ട് ചന്ദ്രമതി ഭഗവാന്മാരോടൊക്കെ നന്ദി പറയുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ചന്ദ്രമതി മാത്രമല്ല, രവീന്ദ്രനും സച്ചിയും രേവതിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. സച്ചി നിഷ്കളങ്കനാണ് അവന് സംസാരത്തിൽ നിന്ന്. അപ്പോൾ എന്നെ മനസ്സിലാക്കുക. സച്ചി പറയുന്നുണ്ട്, രേവതി നമ്മളൊരു ഇളയച്ചനും ഇളയമ്മ ആവാൻ പോവുക, എന്തൊക്കെ മാറ്റങ്ങളല്ലേ വരാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അതിൻ്റേതായിട്ടുള്ള ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ശ്രുതി അങ്ങനെ ശ്രുതിനെയും കൂട്ടിയിട്ട് ബ്യൂട്ടി പാർലറിലേക്കാണ് പോകണത്. അപ്പോൾ ശ്രുതി ചോദിക്കേണ്ടത്, എന്തിനാ ശ്രുതി നീ എന്നെയും കൂട്ടിയിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് വന്നിക്കണം, നമുക്ക് ഡോക്ടറെ കാണാനല്ലേ പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറഞ്ഞു, ഓ നാളെ പറയാം കേട്ടോ ബാക്കി. അപ്പോൾ ശ്രുതി പറഞ്ഞു, നമുക്കിവിടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, ആ സമയത്തേക്ക് പോകാമെന്ന് പറയാം. അപ്പോൾ മീര ചോദിക്കും കൺഗ്രാറ്റ്സ് വന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയും കൺഫേം ആയിട്ട് മതിയടി എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതിക്ക് മുഖം വലിയ തെളിച്ചില്ല. അപ്പോൾ മീര ചോദിക്കും എന്താ ഒരു അച്ഛനാവണേൻ്റെ സന്തോഷമൊന്നും ശ്രുതിയുടെ മുഖത്ത് കാണാനില്ലല്ലോ. അപ്പോൾ ശ്രുതി പറയണം ശ്രുതി ഇങ്ങോട്ട് പറഞ്ഞ ഒരു കാര്യം സംസാരിക്കട്ടെ പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ടായിട്ട് പറയാണ്, ശ്രുതി നമുക്കിപ്പോൾ ഈ കുഞ്ഞ് വേണം, എനിക്കൊരു ജോലി ഇല്ല, നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ള പ്ലാനിങ്ങിലല്ലേ ഉണ്ടായിരുന്നു. പ്ലാനിങ്ങിലല്ലേ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ കുഞ്ഞ് വേണോ? എന്ത് പിന്നെ? കളിച്ചോളൂ കേട്ടാ. നമുക്ക് ഈ കുഞ്ഞ് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതിയോട് ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കുക, ആദ്യമായിട്ട് അച്ഛനാവണേൻ്റെ യാതൊരുവിധ സന്തോഷവും ശ്രുതിക്കില്ല, ആദ്യം എന്തായാലും കൺഫേം ആവട്ടെ എന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ പറയും ശ്രുതി വീട്ടിൽ പൊക്കോ, ഞാൻ മീരേനെയും കുട്ടി പൊക്കോളാം എന്നൊക്കെ പറയാണ്. അപ്പോൾ അതെന്താ? അല്ല ഞാൻ പൊക്കോണ്ട് മീരേനെയും കുട്ടി പൊക്കോളാം എന്നിട്ട് സുധീനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട സമയത്ത് മീര ചോദിക്കുന്നു, ഇത് ഒറിജിനൽ ആണോടി ചോദിക്കുമ്പോൾ പറയണു, അല്ലടി ഇത് അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുന്ന കാര്യം ചോദിച്ചപ്പോൾ ഞാനൊന്ന് അഭിനയിച്ചതാ എന്നൊക്കെ പറയണു. അങ്ങനെ അപ്പോൾ ശ്രുതിയോട് മീര പറയണ, ഒരു കള്ളത്തരത്തിന് 100 കള്ളത്തരങ്ങൾ ചെയ്യേണ്ടി വരും, ഇതൊക്കെ എന്നാണാവോ പിടിക്കപ്പെടുക എന്നൊക്കെ പറയാണ്. പക്ഷെ ചന്ദ്രമതി ആണെങ്കിൽ ഇവിടെ നിന്ന് ഇരിപ്പുറക്കണില്ല, നടക്കണു, ഓടണു, അത് ചെയ്യണു, ഇത് ചെയ്യണു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദ്രമതി. എന്നിട്ട് പട്ടിൽ പൈസ പൊതിഞ്ഞിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കണു, എൻ്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു തന്നല്ലോ, നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വെച്ചോളൂ. ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് നന്ദി പറയുന്നു. വെച്ചോളൂ. അങ്ങനെ നന്ദി പറയണു.